മത്താപ്പേ മത്താപ്പേ സപ്പോർട്ട് ചെയ്ത ഫാൻസിന് മ്യൂസിക്. ഞാൻ അക്ഷയുടെ വലിയ ഫാൻ. ഞങ്ങള് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാൻസിനും ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. അതായത് താങ്ക്സ് എ ലോട്ട് ഫോർ സപ്പോർട്ടിങ് അസ്. ഞങ്ങള് വിചാരിച്ചില്ല ഇത്രയും ഇട്ടാവുമെന്ന്. പക്ഷെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ ശരിക്കും ഒരു സീക്രട്ട് പറയട്ടെ. ഞാൻ ഈ സീരിയലിന്റെ പകുതി ഭാഗം എത്തുന്നവരെ നമുക്ക് സീൻസ് ഉണ്ടെങ്കിൽ പോലും ഞാനും കണ്ണിന് നേരെ മിണ്ടാറില്ലായിരുന്നു. അതുകൊണ്ടല്ല അല്ലേ, അതാണ് ഞാൻ അങ്ങനെ ഞാനും അധികം ആരോടും സംസാരിക്കും. ബോസ് ചെയ്യാൻ വന്നപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോലും കാണുന്നേ. ഇവള് റൂമിലിരിക്കായിരുന്നു. മസ്കാര ഇട്ടോണ്ടിരിക്കുക. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ശങ്കർ ബാബു ഒരാളെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഇത് തല്ലിട്ട് ഇതാണ് നിന്റെ കെട്ടാൻ മോനെ ചെക്കൻ. അങ്ങനെയല്ലേ പറഞ്ഞ നടന്നു വന്നിട്ട് ഇതൊക്കെ പകരം വീട്ടുകാണല്ലോ. ഇതായിരുന്നു ഞങ്ങളുടെ ബസ്. ഗുഡ് മോർണിംഗ്. ഇതായിരുന്നേ വെറും ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന്. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിനാണ്. പിന്നെ ഇവളുടെ അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇവൾ എന്ത് ചെയ്യും, ഏത് ചെയ്യും, അതൊക്കെ നമ്മൾ പ്രിപ്പയർ ആവണം. അപ്പോഴാണ് നമ്മൾക്ക് ഇവൾ എന്ത് ചെയ്യുന്നു നമ്മൾ. അതൊക്കെ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവൾ എന്ത് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം സ്റ്റഡി ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടാവും. സീരിയസ് ആയിട്ട് സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ അധികം മിണ്ടാറ്. അതുകൊണ്ടാണ് മിണ്ടാറില്ലേ. ഇനി ഫുള്ള് മിണ്ടല് മാത്രമേ ഉള്ളൂ പണി എന്റെ. അങ്ങനെ നമ്മളൊന്ന് അറിയില്ലല്ലോ, ഒന്ന് പരിചയം വരാൻ കുറച്ച് സമയം എടുത്തു. അടി കൂടിയാലും ചീത്ത പറഞ്ഞാലും കൂടെ നിക്കണം. അതാണ് വിട്ടുപോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വൈഫ് ഹസ്ബൻഡ് ആരൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞാലും അത് ആദർശേട്ടനെ പോലെ ക്ഷമിച്ചേക്കണം. മാക്സിമം ഒന്നും ചെയ്യരുത്. സാരില്ലാന്ന് വിചാരിച്ചിട്ട് വേണീനെ പ്രൊഫസറിന്റെ വീട്ടുകാരെല്ലാരും ചേഞ്ച് ചെയ്ത പോലെ ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും ഒരു അമ്മായി അമ്മയും അമ്മായി അച്ഛനും ഒക്കെ. ഹസ്ബൻഡും വൈഫും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും. ഈ വീഡിയോന്റെ താഴെ ആരെങ്കിലും റിയൽ ലൈഫിൽ ശരിക്കും ഈ കൃഷ്ണവേണി ആദർശിനെ പോലെ ഉള്ള കപ്പിൾസിന്റെ കാര്യം കമന്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ അറിയാം. അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് വേണി തരുന്നതായിരിക്കും. തരുന്നതായിരിക്കും. നിങ്ങൾ മേടിച്ചു തരുമ്പോ ആദർശ് അങ്ങനെയല്ല. ശരിക്കും ഇപ്പം ചില വയസ്സിന് അങ്ങനത്തെ ഫ്രീഡം ഉണ്ടാവില്ല. ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയാന്നുള്ള അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് അറിയാം. ആദർശിനെ പോലെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ചെയ്തൊക്കെ പാവ